ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജി സെക്കൻഡ് സെമ്മിൻ്റെ സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലെ മെയിൻ പേപ്പറിലെ 5ാമത്തെ ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ നോട്ട്സ് സെക്കൻഡ് സെമ്മിൻ്റെ ആണെങ്കിലും ഫസ്റ്റ് സെമ്മിൻ്റെ ഒക്കെ ആണെങ്കിലും മലയാളം നോട്ട്സ് ഉണ്ട്. ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടല്ല കേട്ടോ, നോട്ട്സാണ്, നോട്ട്സ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മലയാളം നോട്ട്സാണ്, പെയ്ഡ് നോട്ട്സാണ്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് സെമ്മിൻ്റെ ഒക്കെ വീഡിയോ കൊടുത്തിരുന്നില്ലേ, അതിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ നിങ്ങളൊന്ന് വാട്സപ്പിൽ വരികയാണെങ്കിൽ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ നോക്കുക, നമ്മൾ 5ാമത്തെ ബ്ലോക്ക് എൻ്റെ പേര് സിന്തസിസ് ഓഫ് ടെക്സ്ച്വൽ ആൻഡ് ഫീൽഡ് വ്യൂസ് എന്നാണ്. അതായത് ടെക്സ്ച്വൽ ആൻഡ് ഫീൽഡ് വ്യൂവിൻ്റെ, അതായത് പുസ്തക ഫീൽഡ് കാഴ്ചപ്പാടുകളുടെ സമന്വയമാണ്. അതാണ് 5ാമത്തെ ബ്ലോക്കിൻ്റെ പേര്. അതിൽ നമ്മൾ 2 ആളുകളെ പഠിക്കുന്നുണ്ട്. എല്ലാ ബ്ലോക്കിലും ഓരോ തിയറിയിലും നമ്മൾ ഈ 2 ആളുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് ഇരാവതി കർവേയെ കുറിച്ചാണ്. ഇരാവതി കർവേയുടെ കിൻഷിപ്പ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ, കാസ്റ്റ് ആൻഡ് റിലീജിയൻ ഇൻ ദ പ്രീ ആൻഡ് പോസ്റ്റ് ആര്യൻ പീരിയഡ്, 2 ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കിയുള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. അപ്പോൾ നോക്കാം, നമുക്ക് സിന്തസിസ് ഓഫ് ടെക്സ്ച്വൽ ആൻഡ് ഫീൽഡ് വ്യൂസ്, പുസ്തക ഫീൽഡ് കാഴ്ചപ്പാടുകളുടെ സമന്വയം നോക്കാം ആദ്യം. എന്നിട്ട് നമുക്ക് ഐരാവതി കർവയിലേക്ക് പോകാം. അത് മാത്രം ചോദിക്കും. അത് ഐരാവതി കർവയുടെ അഭിപ്രായത്തിലായിട്ടും നമ്മളോട് ചിലപ്പോൾ അത് ചോദിക്കും. അപ്പോഴും നമ്മൾ എഴുതേണ്ടത് ഇത് തന്നെയാണ് കേട്ടോ. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്ത്, അതായത് ബ്രിട്ടീഷുകാർ കോളനിയാക്കിയിട്ട് ഇന്ത്യയെ ഭരിക്കുന്ന കാലത്ത് ഇന്ത്യ ഗ്രാമസമൂഹങ്ങളുടെ നാടായിട്ടാണ് അറിയപ്പെടാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ചിത്രീകരിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ചിന്താഗതിയിലായിരുന്നു പിൽക്കാല രചനകളിൽ എന്തുണ്ടായിരുന്നത്, ഇന്ത്യൻ ഗ്രാമസമൂഹം ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ഗ്രാമങ്ങളെ പലപ്പോഴും സ്വയം പര്യാപ്തമായൊരു സമൂഹമായിട്ടാണ് ചിത്രീകരിച്ചിരുന്നത്. അത് നിശ്ചലമായ ഒരു രൂപമായിട്ട് അങ്ങനെ തന്നെ, അതായത് അങ്ങനെ സ്വയം പര്യാപ്തമാണ് എന്ന ഒരു അഭിപ്രായത്തിൽ തന്നെ നിശ്ചലമായി കുറേ നാളങ്ങനെ നിലനിൽക്കുകയും ചെയ്തു. ഇന്ത്യൻ സമൂഹങ്ങൾ താമസിയാതെ തന്നെ ആധുനികമോ പരമ്പരാഗതമോ ആയ സമൂഹത്തിൻ്റെ പ്രതിനിധാനമായിട്ട് മാറി. ദേശീയവാദത്തിലെ ഗാന്ധിയും മറ്റ് ചിന്തകരും അല്ലെങ്കിൽ മറ്റ് പലരും ഗ്രാമീണ ജീവിതത്തെ യഥാർത്ഥ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ രൂപങ്ങളായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അങ്ങനെ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഗ്രാമീണ പുനർനിർമ്മാണത്തെ രാഷ്ട്രത്തിന് എങ്ങനെ സ്വാതന്ത്ര്യം പ്രധാനമാണോ അതേപോലെ പ്രധാനമായിട്ടാണ് ഗ്രാമങ്ങളുടെ പുനർനിർമ്മാണത്തെ നമ്മുടെ ദേശീയ നേതാക്കന്മാരെല്ലാം കണ്ടിരുന്നത്. ഇന്ത്യൻ മൂല്യങ്ങളുടെയും നാഗരികതയുടെയും പ്രതിഫലനമായിട്ടാണ് ഇന്ത്യൻ ഗ്രാമങ്ങളെ ആര് കാണുന്നത്, ബെറ്റല്ലേ എന്ന സോഷ്യോളജിസ്റ്റ് കാണുന്നത്. അവ വെറും താമസ സ്ഥലങ്ങൾ മാത്രമല്ല, ഒരു ഗവേഷകന് സാധാരണ ജനങ്ങളുടെ സാമൂഹിക ബന്ധങ്ങളും സാമൂഹിക സംഘടനകളും ഗവേഷണം നടത്താനുള്ള ഇടങ്ങൾ കൂടിയാണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ എന്നാണ് ബെറ്റല്ലയുടെ അഭിപ്രായം. പാശ്ചാത്യ സാമൂഹിക സിദ്ധാന്തം ഇന്ത്യൻ ഗ്രാമങ്ങളെയും അവയുടെ മൂല്യങ്ങളെയും സ്ഥാപന മാതൃകകളെയും പാശ്ചാത്യ ആധുനികതയ്ക്ക് വിരുദ്ധമായ ഒരു പരമ്പരാഗതമായിട്ട് കണ്ടു, അതായത് മോശമായിട്ട് കണ്ടു. അങ്ങനെ പുതിയതായി അപകോളനിവൽക്കരിച്ച 3ാം ലോക രാജ്യങ്ങളെ നവീകരിക്കാൻ ഗ്രാമത്തെ നവീകരിക്കേണ്ടതായിട്ട് നമുക്ക് വന്നു. അതായത് അത്ര മോശമായി ചിത്രീകരിച്ചപ്പോൾ നമുക്ക് നമ്മുടെ ഗ്രാമങ്ങളെ നവീകരിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഗ്രാമപഠനവും ഗ്രാമത്തിലെ പങ്കാളിത്ത നിരീക്ഷണവും കൂടുതൽ ജനപ്രീതി നേടി. സ്വതന്ത്ര ഇന്ത്യയുടെ പുതിയ നയങ്ങളും തന്ത്രങ്ങളും ഉപയോഗിച്ച് ഈ ഗ്രാമങ്ങൾ വരുത്തിയ മാറ്റത്തിൻ്റെ ഒഴുക്കാണ് ഇതിന് പ്രധാനമായിട്ടും കാരണമായത്. ഖുറേയും ഡ്യൂമോണ്ടും പിന്തുടർന്ന ഇൻഡോളജിക്കൽ സമീപനത്തിൻ്റെ സ്വാധീനം നഷ്ടപ്പെടുകയും ശ്രീനിവാസനെ പോലെയുള്ള സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റുകളുടെ ഫീൽഡ് കൂടുതൽ ജനപ്രീതി നേടുകയും ചെയ്തു. ഗ്രന്ഥ നിരീക്ഷണങ്ങൾ സിദ്ധാന്തങ്ങളെ വളരെയേറെ സഹായിക്കുകയും ചെയ്തു. GS ഖുറേയുടെ പ്രമുഖ വിദ്യാർത്ഥിയായിരുന്ന ഇരാവതി കർവേ ഈ കൂട്ടുകുടുംബങ്ങളുടെ ശിഥിലീകരണം പോലുള്ള കാര്യങ്ങളിൽ പഠനം നടത്തി. ഈ രീതിക്ക് വിരുദ്ധമായി MN ശ്രീനിവാസൻ്റെ വിദ്യാർത്ഥിയായ AM ഷാ വാചകപരമായി വികസിപ്പിച്ചെടുത്ത മുൻവിധി സങ്കല്പങ്ങൾക്കെതിരെ നരവംശാസ്ത്രപരമായ നീതി അവകാശപ്പെട്ടു. കാർവേയും അവരുടെ സമകാലികരും ഇന്ത്യൻ കുടുംബങ്ങൾ കൂട്ടുകുടുംബങ്ങളാണെന്ന് വിശ്വസിച്ച ഒരു രീതിയാണ് പിന്തുടർന്നിരുന്നത്. ഈ നിർദ്ദേശപരമായ ആശയത്തെ ഷാ അവഗണിച്ചു. കൂട്ടുകുടുംബം ഇന്ത്യയിലെ അനുയോജ്യമായ കുടുംബ സംഘടനയായും അണുകുടുംബത്തെ വ്യതിയാനമായിട്ടും അദ്ദേഹം വെല്ലുവിളിച്ചു. ഇത് നമ്മൾ ഇരാവതി കർവേയെക്കുറിച്ച് പഠിക്കുകയാണ്. അവരുടെ ലൈഫ് ആൻഡ് ഐഡിയോളജി, ഇരാവതി കർവേയുടെ ജീവിതവും അവരുടെ പ്രത്യയശാസ്ത്രവും, അതായത് ഏത് രീതിശാസ്ത്രം ഉപയോഗിച്ചാണ് അവർ രചനകൾ നടത്തിയതെന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സോഷ്യോളജിസ്റ്റും ആന്ത്രോപോളജിസ്റ്റുമാണ് ഇരാവതി കർവേ. GS ഖുറേയുടെ കീഴിലാണ് ഇവർ സോഷ്യോളജി പഠിച്ചത്. 1905 ഡിസംബർ 15 ജനിച്ച ഇവർ 1970 ഓഗസ്റ്റ് 11 മരണപ്പെട്ടു. ഇന്ത്യയിൽ സോഷ്യോളജി പ്രൊഫഷണലൈസേഷൻ നടത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ, അഥവാ സോഷ്യോളജിയുടെ വളർച്ചാഘട്ടത്തിൽ അവർ ജീവിച്ചു. മറാത്തി ഭാഷയിൽ ഇവർ അനേകം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്.
ഫിലോസഫിയിൽ ഗ്രാജുവേഷൻ നേടിയ ഇരാവതി കർവെ 1928 ബോംബെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സോഷ്യോളജിയിൽ മാസ്റ്റർ ബിരുദം നേടി. ബെർലിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആന്ത്രോപോളജിയിലും ഒരു ഡോക്ടറേറ്റ് നേടി. 1930 ഡോക്ടറേറ്റ് പഠനം പൂർത്തിയാക്കി ഇന്ത്യയിൽ തിരിച്ചെത്തി പൂനെ യൂണിവേഴ്സിറ്റിയിൽ ജോലിയിൽ പ്രവേശിച്ചു. 1947 ന്യൂഡൽഹിയിൽ നടന്ന ആന്ത്രോപോളജി വിഭാഗത്തിൻ്റെ നാഷണൽ സയൻസ് കോൺഗ്രസിൽ ഇവർ അധ്യക്ഷത വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം പൂനെ യൂണിവേഴ്സിറ്റിയിലെ സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റ് തലവസ്ഥാനം, അതായത് നേതൃസ്ഥാനം, അതുപോലെ പിന്നീട് SNDT കോളേജിൻ്റെ വൈസ് ചാൻസലറായിട്ടൊക്കെ ആര് പ്രവർത്തിച്ചിട്ടുണ്ട്? ഇരാവതി കർവെ പ്രവർത്തിച്ചിട്ടുണ്ട്. 1951-52 കാലയളവിൽ ഇന്ത്യയിലെ ബന്ധുത്വ സംഘടനയെക്കുറിച്ചൊരു ഗ്രന്ഥം ഇവർ രചിച്ചു. ഇൻഡോളജിക്കൽ പാരമ്പര്യത്തെ പിന്തുടർന്ന കാർവെ സമകാലിക പ്രവർത്തനങ്ങൾ പുരാതന ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഖുറേയും കാർവേയും ഇന്ത്യൻ സമൂഹത്തിലെ ബന്ധുത്വം, ജാതി, മതം എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കി. ഇന്ത്യൻ സമൂഹം ഹിന്ദു സമൂഹമായിരുന്നു എന്നാണ് ഇവർ മനസ്സിലാക്കിയത്. കാർവേയെ ജർമ്മൻ ഫിസിക്കൽ ആന്ത്രോപോളജി വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. ജർമ്മൻ ആന്ത്രോപോളജി വർഗത്തെക്കുറിച്ച് പഠിക്കാൻ ഫിസിക്കൽ സവിശേഷതകൾ കൂടി പഠിക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എത്നോഗ്രാഫിക് പാരമ്പര്യം പിന്തുടർന്ന ഫീൽഡ് വർക്ക് രീതിയാണ് പഠനങ്ങളിൽ ആരുപയോഗിച്ചത്? ഇരാവതി കർവെ ഉപയോഗിച്ചിരുന്നത്. അതായത് നിരീക്ഷിക്കേണ്ട വിഭാഗത്തിൻ്റെ കൂടെ താമസിച്ച് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്ന ഒരു രീതിയാണ് ഇവർ പിന്തുടർന്നു പോന്നിരുന്നതെന്നർത്ഥം കേട്ടോ. ഇനി കിൻഷിപ്പ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യയിലെ കിൻഷിപ്പ് ബന്ധുത്വം സംഘടന എങ്ങനെയാണെന്ന്. ഇന്ത്യയിലെ ബന്ധുത്വ രീതികളെക്കുറിച്ചുള്ള പഠനത്തിന് ധാരാളം കൃതികൾ ഇരാവതി കർവെ സംഭാവന ചെയ്തിട്ടുണ്ട്. ചരിത്രപരമായ സമീപനവും എത്നോഗ്രാഫിക് ഉറവിടങ്ങളും സംസ്കൃത ഗ്രന്ഥങ്ങളും നാടോടി സാഹിത്യങ്ങളും ഉപയോഗിച്ച് ഇന്ത്യയിലെ ബന്ധുത്വ രീതിയെ, പ്രാദേശിക വ്യത്യാസങ്ങളെക്കുറിച്ച് അവർ പഠനങ്ങൾ നടത്തി. ഓരോ പ്രദേശത്ത് ബന്ധുത്വം ഓരോ രീതിയിലാണല്ലോ, അതിനെക്കുറിച്ച് അവർ പഠനങ്ങൾ നടത്തി. അവരുടെ ഗ്രന്ഥമായ കിൻഷിപ്പ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ 1953 പ്രസിദ്ധീകരിച്ചു. അവരുടെ പഠനം ഇന്ത്യയെ വടക്കൻ മേഖല, കേന്ദ്ര മേഖല, അതുപോലെ തെക്കൻ മേഖല, കിഴക്കൻ മേഖല എന്നിങ്ങനെ 4 മേഖലകളായിട്ട് വിഭജിച്ചുകൊണ്ടായിരുന്നു. ഭാഷാപരമായും ജാതി, അതുപോലെ കുടുംബ സംഘാടനം മനസ്സിലാക്കി അവർ ബന്ധുത്വത്തെക്കുറിച്ച് പഠിച്ചു. ഇന്ത്യൻ ബന്ധുത്വ സംഘടന അതിൻ്റെ വ്യത്യസ്തതയോടെ ഗോത്ര എക്സോഗമി, അന്യഗണ വിവാഹം, ജാതി എൻഡോഗമി, സ്വഗണ വിവാഹം ഇങ്ങനെയുള്ള ഐക്യപ്പെട്ടതാണെന്നാണ് കർവെയുടെ, അങ്ങനെയുള്ള വിവാഹങ്ങളിലൂടെ നിരീക്ഷിക്കപ്പെടേണ്ടതാണെന്നാണ് കർവെയുടെ അഭിപ്രായം. ഇന്ത്യൻ ഭൂഭൂഖണ്ഡത്തിലുടനീളമുള്ള വിവാഹം ഒരേ ജാതിയിലോ ഗോത്രത്തിലോ മാത്രമേ സ്വീകാര്യമായിട്ടുള്ളൂ. അത് വിവാഹത്തെ ജാതി അധിഷ്ഠിതമാക്കുന്നു എന്ന് കർവെ മനസ്സിലാക്കി. അതേസമയം കുടുംബത്തിനുള്ളിൽ സഹോദരങ്ങൾ തമ്മിലുള്ള വിവാഹം, രക്ഷിതാക്കളും കുട്ടികളും തമ്മിലുള്ളവ എന്നിവ കർശനമായിട്ട് നിരോധിക്കപ്പെട്ടിരുന്നു. പ്രാദേശികമായ വ്യത്യാസങ്ങളും വിവാഹത്തിൻ്റെ കാര്യത്തിൽ കാണപ്പെട്ടിരുന്നു. അതുകൊണ്ട് അവർ പ്രദേശങ്ങളെ വിഭജിച്ചത്. വടക്കൻ മേഖല 4 മേഖലകളാക്കി തിരിച്ചു പറയില്ല. ഇനി നമ്മൾ 4 മേഖലകൾ ചോദിക്കട്ടെ പരീക്ഷയ്ക്ക്. വടക്കൻ മേഖല പറയാണ്. പഞ്ചാബ്, സിന്ധ്, ഹിന്ദി, ആസാമി, ബീഹാറി, ബംഗാളി, പഹാഡി, നേപ്പാളി എന്നീ മേഖലകളാണ് ഈ വടക്കൻ മേഖലകളിൽ ഉൾപ്പെടുന്നത്. ഈ മേഖലയിലെ ബന്ധുത്വ സംഘടന ഇൻഡോ യൂറോപ്യൻ അല്ലെങ്കിൽ സംസ്കൃത സംഘടന എന്ന രീതിയിലാണ് ഉണ്ടായിരുന്നതെന്നാണ് പറയുക. അതായത് ബന്ധുത്വം പിതൃതായ ക്രമത്തിലുള്ളതായതുകൊണ്ട് ആൺമക്കളും അവരുടെ കുടുംബവും ഒരുമിച്ച് ഒരേ മേഖലയിൽ അല്ലെങ്കിൽ ഒരേ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ഒരു രീതിയാണ് വടക്കൻ മേഖലകളിൽ കാണപ്പെട്ടിരുന്നത്. വിവാഹത്തിൻ്റെ കാര്യത്തിൽ അവിടെ ഒരു വലിയ കൂട്ടം ബന്ധുക്കൾക്കും സ്ഥലത്തിനും നിയന്ത്രണങ്ങൾ, അവരുടെ ആ ഗ്രൂപ്പിൻ്റെ നിയന്ത്രണങ്ങൾ ബാധകമായിരുന്നു. ഗ്രാമങ്ങളിലും ഗോത്രങ്ങളിലും എക്സോഗമി അഥവാ അന്യഗണ വിവാഹം നടത്തിപ്പെട്ടിരുന്നു. പിതൃകുടുംബത്തിലെയും സബീന്ദ്ര ബന്ധുക്കളുടെയും വിവാഹം നിഷിദ്ധമാണ്. ഇപ്പം എന്താ ഈ സബീന്ദ്ര ബന്ധു പറയാം കേട്ടോ. അതിനെ സാസൻ്റെ ഭരണം, സബീന്ദ്ര ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹത്തെ സാസൻ്റെ ഭരണം എന്നാണ് വിളിച്ചിരുന്നത്. ഇപ്പം എന്താ സബീന്ദ്ര ബന്ധു? അച്ഛൻ്റെ വശത്തു നിന്ന് 7 തലമുറകളിലെ ആളുകൾ, അമ്മയുടെ വശത്തു നിന്ന് 5 തലമുറയിലെ ആളുകൾ, അങ്ങനെയുള്ള ആ ബന്ധത്തിലുള്ള ആളുകളെയാണ് സബീന്ദ്ര ബന്ധുക്കൾ എന്ന് പറയുക. അത്രയും ബന്ധുക്കളുടെ ഇടയിൽ എന്ത് പാടില്ല? വിവാഹബന്ധം പാടില്ല എന്നുള്ളത് ആണ് എന്ത് സബീന്ദ്ര ബന്ധം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനെന്താ വിളിക്കുക? സബീന്ദ്ര ബന്ധുക്കളെ വിളിക്കുന്ന പേരാണ് സാസൻ്റെ ഭരണം എന്ന്. അതായത് ആ ആളുകളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് സാസൻ്റെ ഭരണമാണ്. അപ്പോൾ സാസൻ്റെ ഭരണം എന്താണെന്ന് നോക്കുക നമ്മൾ. സാസൻ്റെ ഭരണം എന്ന് പറഞ്ഞാൽ മേൽജാതിക്കാരിൽ ഭൂരിഭാഗവും അച്ഛൻ, അമ്മ, മുത്തശ്ശി, അമ്മമ്മ എന്നീ 4 ഗോത്രങ്ങളുമായി വിവാഹം ഒഴിവാക്കിയിരുന്നു. ആ 4 ഗോത്രങ്ങളെയാണ് സാസൻ എന്ന് വിളിക്കുക കേട്ടോ. അതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ പൺവേടായിട്ട് ചോദിക്കുക എന്ന് അറിയില്ല, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ.
താഴ്ന്ന ജാതിക്കാർ അച്ഛൻ്റെയും അമ്മയുടെയും ഗോത്രങ്ങൾ തമ്മിലുള്ള വിവാഹത്തിന് മാത്രമാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത്. ഈ നിയമം കർശനമായിട്ട് പാലിക്കുകയും ചെയ്തിരുന്നു. ബന്ധങ്ങൾ തമ്മിലുള്ള വിവാഹം, അതായത് അഗമ്യ ഗമനം എന്ന് പറയുക അതിന്, അത് കർശനമായൊരു വിലക്ക് തന്നെയായിരുന്നു. വടക്കൻ മേഖലയിൽ നടക്കുന്ന മറ്റൊരു ആചാരമാണ് വില്ലേജ് എക്സോഗമി എന്ന് പറയുന്നത്. പെൺമക്കൾ പലപ്പോഴും വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന് വിവാഹിതരാകും. അവർ വ്യത്യസ്ത ഗ്രാമങ്ങളിൽ നിന്നുള്ളവരും ആയിരിക്കും. അതായത് പെൺമക്കളെ വ്യത്യസ്ത ഗ്രാമങ്ങളിലേക്ക് അയക്കുമല്ലോ, തിരിച്ചു കൊണ്ടുവരുന്ന പെൺമക്കളും അങ്ങനെ തന്നെ ആവില്ലേ. ഒരു മകൾ ഒരു നിശ്ചിത കുടുംബത്തിലോ ഗ്രാമത്തിലോ ആണ് വിവാഹം കഴിച്ചതെങ്കിൽ ഇളയവർ ഒരേ കുടുംബത്തിലോ ഗ്രാമത്തിലോ അല്ല വിവാഹം കഴിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്, ഒരു പെൺകുട്ടി ഒരു കുടുംബത്തിലേക്കോ ഗ്രാമത്തിലേക്കോ വിവാഹം കഴിച്ചു കൊടുത്താൽ പിന്നെ ആ കുടുംബത്തിൽ നിന്ന് അതിന് താഴെയുള്ള കുട്ടികളെ ആ ഗ്രാമത്തിലേക്കും ആ കുടുംബത്തിലേക്കും പിന്നെ വിവാഹം കഴിച്ച് അയക്കില്ല. അങ്ങനെ ഒരു രീതി കൂടി ഉണ്ടായിരുന്നു. വധുവിൻ്റെ കുടുംബത്തിൽ നിന്ന് 2 തലമുറകൾക്ക് പോലും കുടുംബത്തിലോ ഗ്രാമത്തിലോ ഉള്ള വിവാഹം ഒഴിവാക്കാം. അങ്ങനെ ഒരു വലിയ പ്രദേശത്ത് നിന്നോ സാധാരണയായി അയൽപക്കത്തുള്ള ഏതാനും ഭരണ ജില്ലകളിൽ നിന്നോ അല്ലെങ്കിൽ മുഴുവൻ ഭാഷാ മേഖലകളിൽ നിന്നോ അവർ സഖ്യങ്ങൾ ഉണ്ടാക്കും. അപ്പം അതിലൂടെ ഒരു ബന്ധം ഉണ്ടാക്കിയിട്ടാണല്ലോ, ഒരു സഖ്യം ഉണ്ടാവുകയാണല്ലോ. അതായിരുന്നു അവരുടെ ആശയം. ഗ്രാമവും വരൻ്റെ കുടുംബവും വധുവിൻ്റെ ഗ്രാമത്തെക്കാളും പാരമ്പര്യത്തെക്കാളും അല്ലെങ്കിൽ കുടുംബത്തെക്കാളും ഒക്കെ ഉയർന്ന സ്ഥാനത്തായിരിക്കണം എന്നൊരു ചിന്താഗതി കൂടി അവർക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വടക്കൻ മേഖലയ്ക്ക് 2 സെറ്റ് ബന്ധങ്ങളുണ്ട്. രക്തബന്ധങ്ങളും വിവാഹബന്ധം വഴിയുള്ള ബന്ധങ്ങളുമാണത്. പെൺമക്കൾക്കും ഭാര്യമാർക്കും വ്യത്യസ്ത റഫറൻസ് നിബന്ധനകളും ഉണ്ടായിരുന്നു. പ്രാദേശിക വിവാഹബന്ധം കാരണം ഒരു ഗ്രാമത്തിലെ സ്ത്രീകളെ പെൺമക്കൾ എന്നും മണവാട്ടികൾ എന്നും പേരിൽ തിരിച്ചറിയുക. അതായത് പെൺമക്കളാണെങ്കിൽ അവരുടെ മക്കളാണെങ്കിൽ പെൺമക്കൾ, മരുമക്കളാണെങ്കിൽ മണവാട്ടികൾ എന്നാണ് തിരിച്ചിരുന്നത്. ചാർച്ച, മാമ, മൗസി തുടങ്ങിയ പദങ്ങൾ വ്യക്തിയുമായുള്ള കൃത്യമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്നു. കുറഞ്ഞത് 3 തലമുറ ബന്ധങ്ങൾക്ക് കൃത്യമായ നിബന്ധനകൾ ഉണ്ടായിരുന്നു. ഇനി സെൻട്രൽ സോണാണ്, കേന്ദ്രമേഖല. രാജസ്ഥാൻ, ഗുജറാത്ത്, കത്തിയവാഡ്, ഛത്തീസ്ഗഡ്, ഒറീസ, മഹാരാഷ്ട്ര എന്നിവ ഉൾപ്പെടുന്നതാണ് കേന്ദ്രമേഖല. സംസ്കൃത, ദ്രാവിഡിയൻ, മുണ്ടാരി ബന്ധുത്വ സംഘടനകളുടെ ഒരു കൂടിച്ചേരലായിരുന്നു ഈ കേന്ദ്രമേഖലയിൽ ഉണ്ടായിരുന്നത്. ഈ മേഖലയിലെ കസിൻ വിവാഹങ്ങൾ ദ്രാവിഡിയൻ ബന്ധുത്വത്തിന് സമാനം. കസിൻ വിവാഹങ്ങൾ നടന്നിരുന്നത് ദ്രാവിഡിയ രീതിക്ക് ഉദാഹരണമാണ്, അല്ലെങ്കിൽ അതിന് സമാനമാണ്. ഈ പ്രദേശത്തെ ഗോത്രവർഗ്ഗക്കാർ അവരുടെ സ്വന്തം ബന്ധുത്വ നിയമങ്ങൾ പിന്തുടരുകയാണ് ചെയ്തിരുന്നത്. ഈ പ്രദേശം വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ്. അത് വിവിധ രീതികളാണ് അവിടെ നടപ്പിലായിരുന്നത്. അതാണ് വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ് എന്ന് പറയുന്നത്. ഇപ്പം രാജസ്ഥാനിലെ ജാട്ടുകൾ 2 ഗോത്ര എക്സോഗമി തുടർന്നു. 2 ഗോത്രങ്ങൾ കഴിഞ്ഞാൽ പിന്നെ എക്സോഗമി നടത്താം. ബനിയകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവർ 4 ഗോത്ര എക്സോഗമിയാണ് പിന്തുടർന്നിരുന്നത്. അതേസമയം രജപുത്രന്മാർക്ക് ശ്രേണീക്രമത്തിൽ ക്രമീകരിച്ചിരിക്കുന്നതിനും ഹൈപ്പർഗമി പിന്തുടരുന്നതുമായ ഒരു വംശം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ആരുടെ ഇടയിൽ? രജപുത്രന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതായത് പുരുഷന്മാർക്ക് താഴ്ന്ന വംശങ്ങളിൽ നിന്ന് ഭാര്യമാരെ എടുക്കാം. അതേസമയം ഗുജറാത്തിൽ ക്രോസ് കസിൻ വിവാഹം അനുവദിക്കുന്ന ജാതികളും ഉണ്ടായിരുന്നു. വിവാഹബന്ധം വർഷത്തിലൊരിക്കലോ 4 വർഷത്തിലൊരിക്കലോ മാത്രമായിട്ട് പരിമിതപ്പെടുത്തുന്നത് പോലെയുള്ള ചില പ്രത്യേക ആചാരങ്ങളും കേന്ദ്രമേഖലയിൽ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ചില പ്രദേശങ്ങളിൽ വിധവ മരിച്ചാൽ ഭർത്താവിൻ്റെ സഹോദരന് വിവാഹം കഴിക്കുന്ന രീതി പിന്തുടർന്നു. മഹാരാഷ്ട്രയിൽ സംസ്കൃത ദ്രാവിഡിയൻ ബന്ധുത്വ രീതിയുടെ ഒരു സംയോജിത രൂപമാണ് ഉണ്ടായിരുന്നത്. ഇനി തെക്കൻ മേഖല, 3ാമത്തെ മേഖല. ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, കേരളം എന്നിവ ഉൾപ്പെടുന്നതാണ് തെക്കൻ മേഖല. ഇവിടെ ഭൂരിഭാഗവും ദ്രാവിഡ രൂപത്തിലുള്ള ബന്ധുത്വമാണ് ഉണ്ടായിരുന്നത്. ഇവിടെ ചില മേഖലകളിൽ പിതൃദായ ക്രമമായിരുന്നെങ്കിൽ മറ്റു ചിലയിടങ്ങളിൽ മാതൃദായ ക്രമവും നിലനിന്നിരുന്നു. നായർ കുടുംബങ്ങളിൽ ഒന്നിലധികം ഭർത്താക്കന്മാരെ അനുവദിച്ചിരുന്നു. നമ്പൂതിരി കുടുംബങ്ങൾ ഒന്നിലധികം ഭാര്യമാരെയും അനുവദിച്ചിരുന്നു. എന്നാൽ വിധവക്ക് മരിച്ച ഭർത്താവിൻ്റെ സഹോദരനെ വിവാഹം കഴിക്കുന്നതിന് നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. ഒരു പുരുഷന് തൻ്റെ മുതിർന്ന സഹോദരിയുടെ മകളെ വിവാഹം ചെയ്യാമായിരുന്നു. എന്നാൽ ഇതിന് മാതൃദായ ക്രമത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അച്ഛൻ്റെ സഹോദരിയുടെ മകളെ വധുവായി സ്വീകരിച്ചിരുന്നു. തെക്കൻ മേഖലയിലെ വിധവാ പുനർവിവാഹവും അനുവദിച്ചിരുന്നു. വിവാഹത്തിൽ പ്രായവ്യത്യാസം തെക്കൻ മേഖലയിൽ പ്രധാന ഘടകം തന്നെയായിരുന്നു. ഇനി ലാസ്റ്റ് കിഴക്കൻ മേഖല. ഇതിന് പ്രത്യേക വിഭജിച്ചുള്ള പ്രദേശങ്ങളില്ല. ഇവിടെ ആസ്ട്രോ ഏഷ്യാറ്റിക് ഗോത്രങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇവരുടെ നിയമങ്ങളെക്കുറിച്ചോ പാരമ്പര്യങ്ങളെക്കുറിച്ചോ വ്യക്തമായ ചിത്രം ലഭ്യമായിട്ടില്ല എന്നാണ് കാർവെ പറയുന്നത്. വിവാഹശേഷം ഭാര്യയും ഭർത്താവും ഒരു പുതിയതായി നിർമ്മിച്ച വീട്ടിലേക്കോ മറ്റോ മാറി താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് മാറി താമസിക്കുന്ന രീതി ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് കാർവെ സൂചിപ്പിക്കുന്നുണ്ട്. വിവാഹ സമയത്ത് ഭർത്താവ് വധുവിൻ്റെ വീട്ടുകാർക്ക് പണം കൊടുക്കുന്ന ഒരു രീതിയും ചില ഭാഗങ്ങളിലെങ്കിലും ഉണ്ടായിരുന്നു എന്നവർ സൂചിപ്പിക്കുന്നു. വിവിധ മേഖലകൾക്കിടയിൽ ബന്ധുത്വത്തിൻ്റെ കാര്യത്തിൽ കാര്യമായ വ്യത്യാസം പ്രകടമായിരുന്നു എന്നാണ് കാർവെ കണ്ടെത്തിയത്. എവിടെ? കിഴക്കൻ മേഖലയിൽ. കൂട്ടുകുടുംബ വ്യവസ്ഥയെക്കുറിച്ചും കാർവെ നിരീക്ഷണം നടത്തിയിട്ടുണ്ട്.
അവർ പറയുന്നത് പൊതുവെ ഒരു മേൽക്കൂരയിൽ താമസിക്കുന്ന, ഒരടുപ്പിൽ പാകം ചെയ്ത ഭക്ഷണം കഴിക്കുന്ന, പൊതുസ്വത്ത് കൈവശം വെക്കുന്ന, പൊതുവായ കുടുംബ ആരാധനാ രീതികളുള്ള അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്ന ചില പ്രത്യേകതരം ബന്ധുക്കളായി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഒരു കൂട്ടുകുടുംബം എന്നാണ്. അതാണ് ഐരാവതി കർവേ ഒരു കൂട്ടുകുടുംബത്തിന് ജോയിൻറ്റ് ഫാമിലിക്ക് കൊടുത്തിട്ടുള്ള നിർവചനം. കൂട്ടുകുടുംബത്തിലെ സാമൂഹിക സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാകുമെന്നാണ് കാർവേയുടെ അഭിപ്രായം. ഇനി കാസ്റ്റ് ആൻഡ് റിലീജിയൻ ഇൻ ദ പ്രീ ആൻഡ് പോസ്റ്റ് ആര്യൻ പീരിയഡ്. 1961 പ്രസിദ്ധീകരിച്ച ഹിന്ദു സൊസൈറ്റി ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ കാർവേ ഇന്ത്യൻ ജാതി സമ്പ്രദായത്തെക്കുറിച്ച് പഠിച്ചു. ജാതിയെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇന്ത്യൻ സാമ്യശാസ്ത്രത്തിൽ ഏറ്റവും വിപുലവും സമൃദ്ധവുമാണ്. ജാതിയോടുള്ള കാർവേയുടെ താല്പര്യം ജാതിയുടെ ഉത്ഭവത്തിലും വിശകലന യൂണിറ്റുകളിലുമാണ് കേന്ദ്രീകരിച്ചത്. ജാതിയുടെ ഇന്തോ ആര്യൻ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഖുറേയുടെ വാദത്തെയും അതിൻ്റെ വ്യാപനത്തെയും കാർവേ വെല്ലുവിളിച്ചു. അദ്ദേഹത്തിൻ്റെ ശിഷ്യയാണ് അല്ലേ, എന്നിട്ട് വെല്ലുവിളിച്ചു. ആര്യന്മാരുടെ വർണ്ണ സമ്പ്രദായത്തിലൂടെയാണ് ജാതി ഇന്ത്യയിൽ കൊണ്ടുവന്നതെന്നും പിന്നീട് ബാക്കിയുള്ളവരിലേക്ക് അത് വ്യാപിച്ചു എന്നാണ് ഖുറേ ചിന്തിച്ചത്. എന്നാൽ ആര്യൻ സമ്പ്രദായത്തിന് മുമ്പുള്ള ഒരു ജാതി വ്യവസ്ഥയുടെ നിലനിൽപ്പാണ് കാർവേ സൂചിപ്പിച്ചത്. വിശാലമായ ഫീൽഡ് ഡാറ്റ ഉപയോഗിച്ച് കാർവേ തൻ്റെ വാദങ്ങളെ പിന്തുണക്കുകയും ചെയ്തു, അതായത് സമർത്ഥിക്കുകയും ചെയ്തു. അവരുടെ ഗവേഷണ കണ്ടെത്തലുകൾ നരവംശാസ്ത്രത്തെയും ബൗദ്ധിക നരവംശാസ്ത്രത്തെയും അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. തൊഴിൽ വിഭജനത്തിൻ്റെയും കുടിയേറ്റത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ജാതി സങ്കല്പത്തെയും അവർ തള്ളിക്കളഞ്ഞു. ഉപജാതികൾ വ്യത്യസ്ത ജാതികളാണെന്നാണ് കാർവേയുടെ അഭിപ്രായം. ബ്രാഹ്മണര്, വൈശ്യര് പോലെയുള്ള വലിയ ഗ്രൂപ്പുകളെ അവർ ജാതി ക്ലസ്റ്ററുകളായിട്ട് കണക്കാക്കി. ഈ ജാതികളെക്കുറിച്ച് കാർവേ ചരിത്രപരമായൊരു പഠനം നടത്തുകയും തൻ്റെ ഹിന്ദു സൊസൈറ്റി ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന ഗ്രന്ഥത്തിൽ ഒരു അധ്യായമായിട്ട് തന്നെ അത് ചേർക്കുകയും ചെയ്തു. കാർവേ പറയുന്നത് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ വർണ്ണം എന്നത് സൂചിപ്പിക്കുന്നത് ഒരു വർഗത്തെയാണെന്നാണ്. അതുകൊണ്ട് ആര്യന്മാരൊരു പ്രത്യേക വിഭാഗത്തിലുള്ള ആളുകളെ സൂചിപ്പിക്കാൻ വർണ്ണം എന്ന പദം ഉപയോഗിച്ചു എന്നാണ് കാർവേയുടെ അഭിപ്രായം. വേദങ്ങളിൽ പുരോഹിതന്മാർ, പ്രഭുക്കൾ, രാജാക്കന്മാർ, സാധാരണ ജനങ്ങൾ എന്നിങ്ങനെയുള്ള വർണ്ണങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ആര്യന്മാരുടെ മുമ്പുള്ള താമസക്കാരെ പിന്നീട് ശൂദ്രർ എന്ന് വിളിക്കുകയും അവരൊരു വർണ്ണ വിഭാഗമായി മാറുകയും ചെയ്തു എന്ന് കാർവേ പറയപ്പെടുന്നു. ജാതിയെക്കുറിച്ചുള്ള ആദ്യ പരാമർശം മനുസ്മൃതിയിലാണുള്ളത്. അവിടെ അദ്ദേഹം ഇൻ്റർകാസ്റ്റ് വിവാഹങ്ങളുടെയോ ക്രോസ് വിവാഹങ്ങളുടെയോ ഫലമായി ഉപജാതികളെ നിർവചിച്ചു. ആഫ്രിക്കയിലെ ചില മേഖലകളിലും ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ചില മേഖലകളിലും നിരീക്ഷിച്ച് കാർവേ തൻ്റെ നിഗമനങ്ങളുടെ സത്യാവസ്ഥയെ തെളിയിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. സമൂഹം ഒരു ബ്ലാങ്കറ്റ് പോലെയാണെന്നാണ് കാർവേ പറയുന്നത്. അതിൽ വിവിധ വിഭാഗങ്ങളും ആളുകളും അതിന് വിവിധ നിറങ്ങൾ പ്രദാനം ചെയ്യുന്നു. അതാണ് കാർവേയുടെ അഭിപ്രായം. ബന്ധുത്വം സമകാലിക സംഘടനകളിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സങ്കീർണ പ്രതിഭാസമാണ് എന്നാണ് കാർവേയുടെ അഭിപ്രായം. ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ. ഇനി അന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചില ക്വസ്റ്റ്യൻസ് പറയാം. എക്സാമിൻ ദ കിൻഷിപ്പ് ഓർഡർ ആസ് കാർവേ നരേറ്റഡ് ഇൻ ടേംസ് ഓഫ് 4 കൾച്ചറൽ സോൺസ്. 3 മേഖലകളാക്കി തിരിച്ചുകൊണ്ട് കാർവേ കിൻഷിപ്പ് ഓർഡറിനെ കുറിച്ച് പറഞ്ഞല്ലോ, അത് പരിശോധിക്കുക എന്നാണ്. പിന്നെ എക്സാമിൻ ഹൗ കാർവേ സിന്തസൈസ്ഡ് ടെക്സ്ച്വൽ ആൻഡ് ഫീൽഡ് വ്യൂ. നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞില്ലേ, ടെക്സ്ച്വൽ ആൻഡ് സിന്തസിസ് ഓഫ് ടെക്സ്ച്വൽ ആൻഡ് ഫീൽഡ് വ്യൂ, ആ ഏരിയയിൽ വരുന്ന കാര്യങ്ങൾ ഐരാവതി കർവേ എന്ന ഹെഡിങ് പറഞ്ഞിടത്ത് മുതൽ വരെയുള്ള കാര്യങ്ങൾ അതിൽ ആൻസറായിട്ട് കൊടുക്കുക. പിന്നെ ഡിസ്കസ് ദ ഡിസ്പൊസിഷൻ ഓഫ് കാസ്റ്റ് ആൻഡ് റിലീജിയൻ ഇൻ പ്രീ ആൻഡ് പോസ്റ്റ് ആര്യൻ ടൈംസ്. അതായത് ഖുറേയുടെ വാദത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, ആര്യന്മാരുടെ വരവിന് മുമ്പേ ഇന്ത്യയിൽ ജാതി ഉണ്ടായിരുന്നു, അത് സമർത്ഥിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള സംഗതികൾ, ഖുറേ പറഞ്ഞ കാര്യങ്ങളാണ് ആൻസറായിട്ട് കൊടുക്കേണ്ടത്. ഇത്രയാണ് ഈ ഒരു യൂണിറ്റ് എന്ന് വരുന്നത്. ഓക്കെ, താങ്ക്സ്.